കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് വരികയും അവിടെ 2 ദിവസം താമസിക്കുകയും പിന്നീട് പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിന് മാധ്യമങ്ങളുടെ കാര്യം വിട്, ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും പോലീസും പോലീസിലെ ഇൻ്റലിജൻസിന് പോലും ഒരു വിവരം പോലും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തി ഇസഡ് കാറ്റഗറിയിലെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏകദേശം 10-25ഓളം കമാൻഡോസ്, ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതൊക്കെ അങ്ങനെയുള്ള ഒരാൾ ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ ആ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പും ഇൻ്റലിജൻസും എന്തായാലും അറിഞ്ഞിട്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷേ ഡോവൽ എന്താ ചെയ്തത്, ഒരു സ്വകാര്യ വിമാനത്തിൽ വരുന്നു, ശംഖുമുഖത്തുള്ള എയർഫോഴ്സ് ബേസിൽ ഇറങ്ങുന്നു, അവിടുന്ന് ഒരു സുരക്ഷാ അകമ്പടിയും ഇല്ലാതെ എന്താ പറയുക വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഡോവലിന് എന്തിനാണ് കേരളത്തിൽ വന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ PSLVയുടെ മിഷൻ 61ഉം 62ഉം ബാക്ക് ടു ബാക്ക് ഫെയിലിയർ ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് രാജ്യത്തിന് ഒരുപാട് കാശ് നഷ്ടമുണ്ടായി മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് പോലും അതിനകത്തുണ്ടായിരുന്നു. കൂടാതെ അതുമാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ ഈ ഭൗമ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അന്വേഷ എന്ന് പറയുന്ന ഉപഗ്രഹം അതിനകത്തായിരുന്നു. അപ്പോൾ ഈ രണ്ടും 61ഉം 62ഉം പരാജയപ്പെട്ടത് സെയിം പാറ്റേണിലായിരുന്നു. 61 സംഭവിച്ചത് കഴിഞ്ഞ 2025 മെയ് മാസമായിരുന്നു. ഈ 62 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി മാസമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഫേസ് 3 സ്റ്റേജ് 3യിലാണ്. അതായത് ഭ്രമണപഥത്തിൽ എത്തുന്ന മണിക്കൂറുകൾ, അരമണിക്കൂർ വ്യത്യാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ 2 മിഷൻസും ഫെയിലായത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ, അട്ടിമറി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ എന്താ പറയുക ഒരു ടെക്നിക്കൽ ടീമിനെയും കൊണ്ടാണ്, അതായത് ഏകദേശം 2-3 ആൾക്കാരുള്ള ഒരു ടെക്നിക്കൽ ടീമിനെയും കൊണ്ടാണ് ഡോവൽ തിരുവനന്തപുരത്ത് വന്നിട്ട് VSSCയിലെ ആൾക്കാരായിട്ട് സംസാരിച്ചത്. അതായത് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ സുരക്ഷാ കാര്യങ്ങളൊക്കെ അറിയെങ്കിലും പക്ഷേ ടെക്നിക്കൽ വേർഡ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൺവിൻസിങ് ആവണമെന്നില്ല. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ ടീമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ പോലീസോ അങ്ങനെ ഒരു കാര്യം അറിയിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസിനെ എന്തെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പച്ച വെളിച്ചം ആ വിവരങ്ങളൊക്കെ ചോർത്തിക്കളയും, പിന്നെ ഒന്നും നടക്കാൻ പറ്റില്ല. അതായത് പച്ച വെളിച്ചത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എത്തും. അതിനെ എന്താ പറയുക മാധ്യമങ്ങൾക്ക് ബ്രേക്ക് ചെയ്യും. അതിൻ്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടാകും. ഇവിടെ എന്താ സംഭവിച്ചത്, ഒന്നും സംഭവിച്ചില്ല. ഡോവൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആഭ്യന്തരമന്ത്രി പോലും പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നൊരു പ്രിപ്പറേഷനിലായിരുന്നു കേരള പോലീസും ഇൻ്റലിജൻസൊക്കെ. അതായത് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഒരുക്കത്തിലായിരുന്നു അവർ. പക്ഷേ അതിനിടയിലാണ് അജിത് ഡോവൽ വന്നിട്ട് പോകുന്നതും ഈ VSSCയിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അജിത് ഡോവൽ വന്നത് ഈ VSSCൻ്റെ, അത് നമ്മുടെ PSLVയുടെ ഫെയിലിയറിനെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് വേറൊരു മിഷൻ കൂടിയും കേരളത്തിലുണ്ട് എന്ന കാര്യമാണ് ഈ ഡിഫൻസ് സെക്ടറിലൊക്കെ, പ്രത്യേകിച്ച് റോയിലും മറ്റങ്ങനത്തെ ഈ ഇതിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോവലിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഇസഡ് കാറ്റഗറി സുരക്ഷ ഉള്ള ഒരു വ്യക്തിയാണ്. 20, 30, 40ഓളം കമാൻഡോസ് ഉണ്ടാവും, ഒരുപാട് പോലീസ് സംവിധാനങ്ങളുണ്ടാവും, ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ, അങ്ങനെയുള്ള ഇതിൽ ട്രാവൽ ചെയ്യുന്നതും നടക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ. ഈ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെയുള്ള വറവ് കടകളിൽ പോകുന്നു, ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ 1-2 വീഡിയോ ഫുട്ടേജ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വറവ് കടയിൽ പോയിട്ട് അവിടുന്ന് ചിപ്സൊക്കെ വാങ്ങിയിട്ട് പുറത്ത് വരുന്നു, അവിടെയുള്ള സാധാരണക്കാരായിട്ട് സംസാരിക്കുന്നു, പിന്നെ വേറെ ചായക്കടയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണോ, അതായത് ഒരു 2 വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു 2 പോലീസുകാർ മാത്രമേ ഡോവലിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളിലെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചായക്കടയിൽ കിടന്ന് വറവ് കടയിൽ പോകുന്നു. പ്രത്യേകിച്ച് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടയിലുള്ള കടകളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇൻ്റലിജൻസ് ഇതിലേക്ക് വർക്ക് ചെയ്ത് റിട്ടയർഡായ ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ സ്വർണം അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താനും അത് വലിയ രീതിയിലുള്ള അതിൻ്റെ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ടോ അത് എടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം 5-6 വർഷമായിട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന പ്രത്യേകിച്ച് കേരളവും വിദേശവും കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വിവരങ്ങൾ ഡോവലിൻ്റെ പക്കലുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് നമുക്ക് ശ്രീ പത്മനാഭൻ്റെ അമ്പലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഈ സമീപകാലത്ത് കടകളൊക്കെ ഈ പ്രത്യേകിച്ച് ജിഹാദികൾക്കൊക്കെ വിലക്കെടുത്തിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ അവിടുത്തെ ജീവനക്കാർ തന്നെ ആരുടെ ബർത്ത്ഡേക്കോ എന്തോ ഫംഗ്ഷനൊക്കെ ചിക്കൻ ബിരിയാണി വിളമ്പിയ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയാക്കിയില്ല, മാധ്യമങ്ങളത് മുഖ്യമാണ്, പക്ഷേ എന്നാലും ഓൺലൈൻ മീഡിയകളൊക്കെ വലിയ രീതിയിൽ അത് ചർച്ചയാക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്നും ചില്ലറയായി കാണണ്ട, അതായത് ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമായി കാണണ്ട. അതായത് ശ്രീ പത്മനാഭ സ്വാമി ഇതിന് ചുറ്റും വലിയൊരു ജിഹാദി നെക്സസ് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ മെല്ലെ മെല്ലെ അവരിങ്ങനെ നെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനെ ഉദ്ദേശിച്ചായിരിക്കും? നമുക്കറിയാം ശ്രീ പത്മനാഭ സ്വാമീൻ്റെ ആസ്തിത്രയാണ് ഗോൾഡിൻ്റെ, അതായത് മൊത്തം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ $1 ട്രില്യൺ വരും.
നമ്മുടെ വേൾഡിൽ തന്നെ ഗോൾഡ് റിസർവിലെ രാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ പക്കൽ അതിൻ്റെ എത്ര ടണ്ണാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ $1 ട്രില്യൺ. ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ $US വെച്ച് നോക്കുകയാണെങ്കിൽ 90 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പീസ് ആണ് US ഗോൾഡ് റിസർവിൻ്റെ വാല്യൂ അറ്റ് പ്രസൻറ്റ് ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ $1 ട്രില്യൺ ആണ് ശ്രീപത്മനാഭൻ്റെ ആസ്തി. ഈ സ്വർണം ശ്രീപത്മനാഭൻ്റെ സകല സ്വർണ്ണം എടുത്തിട്ടും എല്ലാം വിറ്റ് കഴിഞ്ഞാൽ 1 ട്രില്യൺ 1.2 ട്രില്യൺ അതിന് മുകളിൽ വരും. ചിലപ്പം 2 ട്രില്യൺ അടുത്ത് വരും എന്നാണ് കണക്കുകൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേൾഡ് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെക്കാട്ടും ഗോൾഡ് റിസർവ് ഇപ്പോൾ ശ്രീപത്മനാഭൻ്റെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേണം, ഈ ഒന്നാം പിണറായി സർക്കാരിലൊക്കെ കുറേ തോമസ് ഐസക്കും ചില മുസ്ലിം ലീഗിൻ്റെ ചില മുസ്ലിം ജനപ്രതിനിധികളൊക്കെ എന്താ പറയുന്നത്, ശ്രീപത്മനാഭൻ്റെ പക്കലുള്ള ഗോൾഡൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിൽ നിന്ന് ചിത്രം വ്യക്തമാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീപത്മനാഭൻ്റെ ഈ ഗോൾഡ് കൊള്ളയടിക്കാനും അത് പുറത്തെടുക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഡോവൽ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോവലിന് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് മേശപ്പുറത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഡോവലിൻ്റെ ടേബിളിൽ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രീപത്മനാഭൻ്റെ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്തും അവിടെ ഗോൾഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് വിശദമായ വിവരങ്ങൾ, അതായത് ആ ജിയോ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടും ആ ഭൂമിശാസ്ത്രപരമായ പല രേഖകളും ഡോവലിൻ്റെ ടേബിളിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചായക്കടയിൽ കയറുക, വറവടയിൽ കയറുക, അടുത്തുള്ള ആൾക്കാരെങ്ങനെ അവിടെ ചുറ്റിക്കാണ്, സുരക്ഷ ഒന്നും ഇല്ലാതെ ചുറ്റിക്കാണ്, ഇതൊക്കെ എന്തിന് ചുമ്മാ നിങ്ങൾ ചെയ്യും? അജിത് ഡോവൽ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഇനി വറവ് കടയിൽ പോയി അവിടെ ചിപ്സ് വാങ്ങാനോ വേറെ എന്തെങ്കിലും വാങ്ങാനോ ആരെങ്കിലും വിട്ടിട്ട് പറഞ്ഞാൽ പോരെ. പുള്ളിക്കാരൻ അവിടെ കൊണ്ടു കൊടുക്കില്ല. ഡോവലിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഡോവലിനെ ഒരു ദേശീയ, അതായത് പാകിസ്ഥാനിൽ പോയിട്ട് 5-6 വർഷം സ്പൈ ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ദുരന്തർ സിനിമയിലൊക്കെ കണ്ടില്ലേ അജിത് ഡോവലിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരാൾ, അതായത് ഇവർ CCTV ഫുട്ടേജിലൊക്കെ എന്തായാലും വരും, പതിയും, തൻ്റെ മുഖം പതിയുമെന്ന് അറിയുന്നൊരു വ്യക്തി എന്തുകൊണ്ട് ഈ വറവ് കടയിലും അങ്ങനെയുള്ള സമീപ പ്രദേശത്തുള്ള ചായക്കടയിലൊക്കെ പോയി എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഡോവലിൻ്റെ ടേബിളിലുണ്ട്. അത് പഠിച്ച് വ്യക്തമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ തനിക്ക് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ശ്രീപത്മനാഭൻ്റെ ആ ഒരു ലൊക്കേഷനും അതിൻ്റെ ആ ഒരു ജിയോ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഡോവൽ നേരിട്ട് അവിടുത്തെ ഈ പഴവങ്ങാടിയിലും അവിടെയൊക്കെ ശ്രീപത്മനാഭൻ്റെ നടയിലും അവിടെയൊക്കെ ഇറങ്ങി നടന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഡോവൽ നമ്മുടെ മിഷൻ PSLV 6162 മിഷൻ ഫെയിലിയർ മാത്രമല്ല, ഇതും അതായത് ഒരു സൈഡ് പ്രോജക്റ്റായിട്ട് അതിൻ്റെ കൂടെ ഇതും ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഈ ഡിഫൻസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടിയിരുന്നിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളായിട്ടോ, അതായത് ശ്രീപത്മനാഭൻ്റെ ആ സ്വർണം ലാക്കാക്കിയുടെ ചില ജിഹാദി സംഘടനകളോ, അതായത് ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള ജിഹാദി സംഘടനകളൊക്കെ മുന്നിട്ടിറങ്ങുന്നുണ്ട്, അതായത് അതിൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്നുള്ള റിപ്പോർട്ട് ഡോവലിൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഡോവൽ നേരിട്ട് രംഗത്തിറങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്? നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, ലോകത്തിലേറ്റവും ഗോൾഡ് റിസർവുള്ള അമേരിക്കയെക്കാട്ടും ഗോൾഡ് ആസ്തിയുണ്ട് ശ്രീപത്മനാഭന്. അപ്പോൾ അതൊക്കെ എന്താ പറയേണ്ടത്, വേറെ മാർഗത്തിലൂടെ എന്താ പറയേണ്ടത്, അത് പുറത്തെടുക്കാനും അത് കട്ടെടുക്കാനും വേണ്ടി ഇവിടുത്തെ ജിഹാദി സംഘടന ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്താ പറയേണ്ടത്, ഒരാളോട് ഇൻഫോം ചെയ്യാതെ ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷയിൽപ്പെട്ട ഒരാൾ സംസ്ഥാനത്ത് വരുമ്പോൾ ഇൻ്റലിജൻസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ വലിയ പരാജയമാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന നിരോധിച്ചതിന് ശേഷം അവരുടെ നേതാക്കന്മാരായ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഒന്നും അറിഞ്ഞില്ല. നേരെ വന്ന് അവർ പ്ലെയിനും ഇതൊക്കെ ആയിട്ട് വന്ന് ഫുൾ ഓൾറെഡി AK-47 സുരക്ഷ ഈ CRPF ജവാന്മാർ നേരെ ഇവന്മാരെ വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയെടുത്ത് ഡൽഹിയിലെത്തിയിട്ട് ഡൽഹിയിലെ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയുന്നത്. അപ്പോൾ സമാനമായൊരു സംഭവം തന്നെയാണ് ഇവിടെയും നടന്നത്. അപ്പോൾ എന്ത് തന്നെയാലും രണ്ട് കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഡോവൽ തിരുവനന്തപുരത്ത് വന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഈ മിഷൻ എന്തെങ്കിലും PSLV 6162 ഫെയിലിയറിൽ എന്തെങ്കിലും ചൈനീസ് കണക്ഷൻ ഉണ്ടോ അതൊക്കെ അന്വേഷിക്കാൻ നേരിട്ട് അറിയാൻ വേണ്ടി തന്നെയാണ് അതൊരു മിഷൻ. പിന്നെ ഈ ശ്രീപത്മനാഭനെ കേന്ദ്രീകരിച്ചുള്ള ശ്രീപത്മനാഭ സ്വാമിയുടെ സ്വർണ്ണവും ഇതും അത്തരം ഇതും കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയൊരു, അതായത് ഫ്യൂച്ചറായിട്ടുള്ള ശ്രീപത്മനാഭൻ്റെ ഈ അസറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കാം അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.